الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. ഹഖ്, സത്യം വന്നെത്തിയിട്ടുണ്ട്. അതോടുകൂടി ബാതിൽ നീങ്ങിപ്പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ബാത്തിൽ എന്താണ്? നീങ്ങിപ്പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. അപ്പോൾ എന്താണ് ഹഖ് എന്നുള്ളത്? അത് എന്താണ്? സ്വന്തം നിലയ്ക്ക് എന്താണ്? വ്യക്തമാണ്. ഉലമാക്കൾ പറഞ്ഞതുപോലെ പകലിൽ നിന്ന് രാത്രിയിൽ നിന്ന് പകൽ എത്ര വ്യക്തമാണോ അതുപോലെയാണ് അന്ധകാരങ്ങളിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് സത്യം, മറ്റെന്താണ് ബാത്തിലുകളിൽ നിന്ന് സത്യം വ്യക്തമാണ്. അപ്പൊ ഇത്രയും വ്യക്തമായ സത്യം, അതിനൊന്നുകൂടെ എന്താണ് ബലം നൽകുന്ന കാര്യമാണത്. ചരിത്രത്തിൽ ഏറ്റവും വലിയ ആളുകൾ അവര് ഈ സത്യത്തെ മുറുകെ പിടിച്ച ആളുകളാണ്. നമുക്കറിയാം എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഈമാനുള്ള ആളുകൾ, ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഏറ്റവും തഖ്വയുള്ള ആളുകളെല്ലാം തന്നെ സഹാബിമാരാണ്. അതിന് ശേഷം വന്ന ആളുകൾ അതുപോലെ തന്നെ എന്താണ് താബിഈകളാണ്. അതിനുശേഷം താബിഈകളാണ്. ഇവരെല്ലാം തന്നെ ഈ സത്യത്തെ മുറുകെ പിടിച്ചവരാണ്. അത് നമുക്കെന്താണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ, അവരുടെ അഖീദയും അവരുടെ എന്താണ് നിലപാടുകൾ വിവരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അത് വായിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നതാണ്. അപ്പോൾ അവർ വിശ്വസിച്ച പോലെയാണ്, അവർ വിശ്വസിച്ചത് തന്നെയാണ് നമ്മൾ എത്തിപ്പെട്ട എന്താണ് സത്യമെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത് നമുക്ക് നമ്മുടെ എന്താണ് യഖീൻ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതാണ്. മറ്റൊരു കാര്യം എന്താണ്, ചരിത്രത്തിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ മുതിർന്ന പണ്ഡിതന്മാരെല്ലാവരും തന്നെ, ലോകത്തിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ, അവര് ആദ്യത്തിലുണ്ടായിരുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം മാറിയിട്ട് പിന്നീട് ഈ സത്യത്തിലേക്ക് മടങ്ങി വരികയുണ്ടായി. ഇത് നമുക്ക് ഒരുപാട് എന്താണ് കൂടുതൽ എന്താണ് ഈ ഉറപ്പ് വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഉദാഹരണമായിട്ട് ഇമാം ഫഖ്റുദ്ദീൻ അർ-റാസി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ എല്ലാ കക്ഷികളും എന്താണ് നമ്മുടെ മുമ്പിലുള്ള എല്ലാ കക്ഷികളും, നമ്മുടെ നാട്ടിലുള്ള കക്ഷികളെ നോക്കി, അവരുടെ സമസ്തയാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും തബ്ലീഗ് ജമാഅത്ത് ആണെങ്കിലും, ഇങ്ങനെ എല്ലാ കക്ഷികളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ റാസി അംഗീകരിക്കുന്നു. അദ്ദേഹം വലിയൊരു പണ്ഡിതനാണെന്ന് എല്ലാവരും എന്ത് ചെയ്യുന്നതാണ്? സമ്മതിക്കുന്നതാണ്. ആ റാസി എന്ത് ചെയ്യണം? ജീവിതകാലം മുഴുവൻ പഠനം നടത്തിയതിനു ശേഷം അവസാനം അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യം എന്താണ്? അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യം, ഏറ്റവും ശരിയായ നിലപാട് അത് സലഫികളുടെ നിലപാടാണ്, അഹ്ലുൽ ഹദീസിന്റെ നിലപാടാണ്. അദ്ദേഹം പറഞ്ഞു, قال رحمه الله لقد تأملت الطرق الكلامية. വചനശാസ്ത്രത്തിന്റെ അവരുടെ വ്യത്യസ്തമായ വീക്ഷണങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയുണ്ടായി. വൽ മനാഹിജൽ ഫൽസഫിയ്യ,
അതുപോലെ തന്നെ ഈ ഫിലോസഫിയുടെ എന്താണ് ഒരുപാട് അതിന്റെ രീതിശാസ്ത്രങ്ങളെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഫമാ റഅയ്തുഹാ തശ്ഫി അലീലൻ, അത് ഒരിക്കലും രോഗമുള്ള ഒരാളുടെ രോഗത്തിന് ശിഫയാക്കുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസികമായ രോഗങ്ങളാണ്. വലാ തർവി ഖലീലൻ, ദാഹിക്കുന്ന ആളുകളുടെ എന്താണ് ദാഹം തീർക്കുകയില്ല. അഥവാ സത്യത്തിനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യില്ല? ആ ദാഹം തീർത്തു കൊടുക്കുകയില്ല. അഥവാ സത്യം നൽകാൻ അതിന് കഴിയുകയില്ല. അതുപോലെ തന്നെ തെറ്റായ വിശ്വാസങ്ങളിലും നിലപാടുകളിലും അകപ്പെട്ടു പോയ ആളുകൾക്ക് അത് നേർവഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നില്ല. വറഅയ്തു അഖറബ തുറുഖി തരീഖൽ ഖുർആൻ, ഏറ്റവും സത്യത്തോട് എന്താണ് സത്യമായിട്ടുള്ള മാർഗം ഏതാണ്? ഖുർആനിന്റെ മാർഗമാണ്. അഥവാ ഇഖ്റ ഫിൽ ഇസ്ബാത്ത്, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങൾ സ്ഥിരീകരിക്കുന്ന കാര്യത്തിൽ നീ പാരായണം ചെയ്യുക. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാൻ അർശിന്റെ ഉപരിയിലാണ്. അത് നീ എന്ത് ചെയ്യാ? സ്ഥിരപ്പെടുത്താൻ. ഇലൈഹി യസ്അദുൽ കലിം, അവനിലേക്കാണ് ശ്രേഷ്ഠ വചനങ്ങൾ ഉയരുന്നത്. നമ്മൾ ചെയ്യുന്ന ദിക്റുകള്, ദുആകള്, ഖുർആൻ പാരായണം, ഇതെല്ലാം അള്ളാഹുവിലേക്ക് ഉയരുന്നുണ്ട്. ഇനി നഫീ ചെയ്യുന്ന, നിരാകരിക്കുന്ന, അള്ളാഹുവിന് ഇന്ന എന്തില്ല ഗുണങ്ങളില്ല എന്ന് പറയാൻ നീ എന്ത് പാരായണം ചെയ്യാം? ലൈസ കമിസ്ലിഹി ഷൈ. അതുപോലെ തന്നെ ഇതുപോലുള്ള ആയത്തുകൾ പാരായണം ചെയ്യാം. ഇതാണ് ആരുടെ മൻഹജ്? ഇതാണ് സലഫികളുടെ മൻഹജ്. അവര് അള്ളാഹു എന്താണോ ഖുർആനിൽ സ്ഥിരീകരിച്ച സിഫാത്തുകൾ, അള്ളാഹുവിന്റെ ഗുണങ്ങൾ, അത് സ്ഥിരീകരിക്കുന്നു. എന്താണ് അള്ളാഹു നിരാകരിച്ച്, അള്ളാഹുവിന് ഉറക്കമില്ലെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഉറക്കമില്ല, അങ്ങനെയാണ്. അല്ലാതെ ബുദ്ധിയുടെ എന്താണ് ആ മൂശയിലിട്ട് എന്താണ് അതിനെ ഒന്ന് കറക്കി നോക്കുകയൊന്നും ചെയ്യുകയില്ല. എന്നാൽ നമുക്കറിയാം, മുഅ്തസിലികളാണെങ്കിലും അശാരികളാണെങ്കിലും ഇവരെല്ലാം തന്നെ എന്താണ് അത് ബുദ്ധിയിലിട്ട് അതിനെ ഒന്ന് എന്ത് ചെയ്യും? ബുദ്ധി കൊണ്ട് അതിനെ അളന്നു നോക്കും. ബുദ്ധിക്ക് യോജിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കും, ബുദ്ധിക്ക് എന്താണ് യോജിക്കുന്നില്ലെങ്കിൽ അത് തള്ളിക്കളയും. അവരുടെ അടിസ്ഥാന തത്വം എന്താണ്? തഖ്ദീമുൽ അഖ്ലി അലൻ നഖൽ, ബുദ്ധിയെ എന്തിനേക്കാൾ മുന്തിക്കുക എന്നുള്ളതാണ്? പ്രമാണങ്ങളെക്കാൾ മുന്തിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ് അൽ-അസീം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അള്ളാഹു പറയാണ്, അന്നാസു അഹ്വാഅഹും ലഫസദത്തി സമവാതു വൽ അർദ് വമൻ ഫീഹിൻ, ആളുകൾ അവരുടെ എന്താണ് ഇച്ഛകളും അവരുടെ എന്താണ് യുക്തിക്കും അനുസരിച്ച് പോയി കഴിഞ്ഞാൽ ആകാശഭൂമികളും അവക്കിടയിലുള്ളതും നശിച്ചു പോകുമെന്നാണ്. ബൽ അതൈനാഹും ബിദിക്രിഹിം, അവർക്ക് എന്താണ് ഉത്ബോധനമാകുന്ന കാര്യം നാം എത്തിച്ചു കൊടുത്തിട്ട് അവർക്ക്, അതാണ് അവരെടുക്കേണ്ടത്. അതല്ലാതെ അവരുടെ എന്താണ് യുക്തിയും അവരുടെ ബുദ്ധിയുടെ പുറകിൽ പോയി കഴിഞ്ഞാൽ അവർ നശിച്ചു പോകും. അപ്പൊ അവസാനം ഇദ്ദേഹം എന്താണ് ഈ ബുദ്ധിയെ മുന്തിക്കുക എന്നുള്ള കാര്യത്തിൽ ആ മൻഹജിൽ എന്താണ് മുന്നോട്ട് പോയ അദ്ദേഹം അവസാനം എന്താണ് അന്താളിച്ചു പോയി. ഒന്നും പൊത്തും പിടിയും കിട്ടുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. അവസാനം അദ്ദേഹം പറയാണ്, വമൻ ജറബ മിസ്ല തജ്രിബതി അറഫ മിസ്ല മാരിഫതി, എന്റെ എക്സ്പീരിയൻസ് ആർക്കുണ്ടോ അയാൾ ഞാൻ അറിഞ്ഞത് അറിയും എന്ന്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഒരു സാക്ഷ്യമാണിത്. അപ്പൊ നമുക്കെന്താണ് നമ്മുടെ ഈ മനഹജിൽ നിന്ന് സലഫി എന്താണ് ഈ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളോട്, അത് ഏത് വിഭാഗം ആളുകളാണെങ്കിലും അവരെല്ലാവരും ഏത് കാര്യത്തിൽ യോജിക്കുന്നു? ഇൽമുൽ കലാമാണ്, വചനശാസ്ത്രമാണ് അവരുടെ എന്താണ് സ്രോതസ്. അതിൽ തന്നെ അവരുടെ എന്താണ് അടിസ്ഥാന തത്വം എന്താണ്? തഖ്ദീമുൽ അഖ്ലി അലൻ നഖൽ, ബുദ്ധിയെ എന്താ പ്രമാണത്തേക്കാൾ മുന്തിക്കുക. അതിന്റെ അവസ്ഥയാണ് കാണുന്നത്. ഫഖ്റുദ്ദീൻ റാസി ആരാണ്? അദ്ദേഹത്തിന്റെ മുമ്പിൽ ആരും തന്നെ എത്തിയിട്ടില്ല ഈ വിഷയത്തിൽ. അടുത്തത് എന്താണ്?
ഇമാം അബുൽ ഹസൻ അൽ അശ്അരി, അദ്ദേഹം ആരാണ്? നമുക്കറിയാം, അദ്ദേഹം എല്ലാ കക്ഷികളും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. അഥവാ കക്ഷിഭേദമന്യേ എല്ലാവരും പറയുന്നു എന്താണ്? ഉദാഹരണമായിട്ട് സലഫികളല്ലാത്ത എല്ലാ കക്ഷികളും പറയുന്നു തങ്ങൾ അശ്അരികളാണ്. ഇമാം അബുൽ ഹസൻ അൽ അശ്അരിയുടെ എന്താണ് മാർഗത്തെ പിൻപറ്റുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്കറിയാം, ആദ്യം അദ്ദേഹം മുഅ്തസിലിയായിരുന്നു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ഇബ്നു കുല്ലാബിന്റെ കൂടെ ചേർന്നു. അദ്ദേഹം മുഅ്തസിലികൾക്കെതിരെ അങ്ങേയറ്റം എന്താണ് റദ്ദുകൾ കൊടുത്ത വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അല്പം എന്താണ് ഇഅ്തിസാൽ സ്വാധീനിച്ചു. ധാരാളമായിട്ട് അവരുടെ ഗ്രന്ഥങ്ങൾ എന്താണ് ഇടപഴകിയതിന്റെ പേരിൽ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് സിഫാത്തുകൾ എന്ത് ചെയ്യും? സ്ഥിരീകരിക്കും. അള്ളാഹുവിന്റെ കുറച്ച് എന്താണ് വിശേഷണങ്ങൾ. എന്നാൽ മറ്റെന്താണ് ഭൂരിപക്ഷത്തെ നിഷേധിക്കാൻ ചെയ്യുന്നത്. സാധാരണ എന്താണ് പറയുകയാണെങ്കിൽ നമുക്കറിയാം, സിഫാത്തുകൾ 2 തരത്തിലുണ്ട്, അല്ലെങ്കിൽ 3 തരത്തിലുണ്ട്. ഒന്ന് ദാത്തിയ, പിന്നെന്താണ് ഫിഅലിയ, പിന്നെ ഖബരിയ. 3 തരത്തിലുള്ള സിഫത്തുകളുണ്ട്. ദാത്തിയായ സിഫത്ത്. എന്താണ് ദാത്തിയായ സിഫത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ ദാത്തിൽ നിന്ന് വേർപെടാത്ത സിഫാത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കലാമുണ്ട്, റഹ്മത്തുണ്ട്, അള്ളാഹുവിന് എന്തുണ്ട്? ഇൽമുണ്ട്, ഖുദ്റത്തുണ്ട്. ഇതെല്ലാം അള്ളാഹുവിന് എന്താണ്? അവന്റെ ദാത്തിൽ നിന്ന് വേർപിരിയാത്ത സിഫത്തുകളാണ്. രണ്ടാമത് ഫിഅലിയായ സിഫത്തുകൾ. ഫിഅലിയ എന്താണ്? അള്ളാഹു ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. മനസ്സിലായില്ലേ? അള്ളാഹു എന്ത് ചെയ്യും? റഹ്മത്ത് ചെയ്യും. അള്ളാഹു എന്താണ്? സംസാരിക്കും. ഇങ്ങനെയുള്ള എന്താണ് ഫഅലിയായ സിഫാത്തുകൾ. ഇത് രണ്ടും ആരംഗീകരിക്കുന്നുണ്ട്? അശ്അരികൾ അംഗീകരിക്കുന്നുണ്ട്. എന്ത് മാത്രമാണ് നിഷേധിക്കുന്നത്? ഖബരിയായ സിഫാത്തുകളാണ്. ഖബരിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് കൈയുണ്ട്, അതുപോലെ തന്നെ കണ്ണുണ്ട്, അതുപോലെ തന്നെ കണങ്കാലുണ്ട്, പാദമുണ്ട്. ഇതുപോലുള്ളതാണ് അവർ നിഷേധിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, മറ്റ് ഫഅലിയായ സിഫാത്തുകളിലും ധാരാളം സിഫാത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നിഷേധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? അപ്പൊ ഇദ്ദേഹം മുഅ്തസിലികൾക്ക് റദ്ദ് കൊടുക്കുക. അപ്പൊ ആരാണ്? ഇബ്നു കുല്ലാബ്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. പക്ഷെ എന്താണ്? അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് എന്തുണ്ടായി? ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി. അപ്പൊ ചെറിയൊരു ഇഅ്തിസാലിന്റെ ഒരു ചെറിയ എന്താണ് ഡോസ് കുറഞ്ഞ ഇഅ്തിസാൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിന് കുല്ലാബിയ എന്നാണ് പറയുന്നത്. കുല്ലാബിയ. അതാണ് പിന്നീട് എന്താണ് അശ്അരി മദ്ഹബായിട്ട് എന്താണ് പരിണമിച്ചത്. അശ്അരി മദ്ഹബായിട്ട്. കാരണം അശ്അരി അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ചതാണ്, അബുൽ ഹസൻ അശ്അരി. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? അഹ്മദ് ബിൻ ഹംബലിന്റെ നിലപാടിലേക്ക് തൗബ ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അലിബാനയിൽ അദ്ദേഹം തുറന്നു പറയുന്നു, ഞാൻ എന്തിലേക്ക് മടങ്ങിയിരിക്കുന്നു? അഹ്മദ് ബിൻ ഹംബലിന്റെ അഖീദയിലേക്ക്. നമുക്കറിയാം, അഹ്മദ് ബിൻ ഹംബൽ ആരാണ്? സലഫി അഖീദയിലെ ഇമാമാണ്, ഇമാം സുന്നയാണ് അദ്ദേഹം. അപ്പൊ എന്താണ് ഇത്? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ബിദായ വന്നിഹായിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അബുൽ ഹസൻ അശ്അരിക്ക് 3 സ്റ്റേജുകളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അശ്അരികൾ ചോദിക്കുക, അത് എന്താണ് ഇബ്നു കസീർ പറഞ്ഞാലേ? നമുക്കത് തെളിയിക്കൽ വളരെ സിമ്പിളാണ്. ആദ്യം മുഅ്തസിലായിരുന്നുള്ളത് ആർക്കും അഭിപ്രായത്തില്ല. പിന്നെന്താണ്? അദ്ദേഹം ഇബ്നു കുല്ലാബിന് എന്താണ് സ്വാധീനം ഉണ്ടായി എന്നുള്ളതും എന്താണ് വ്യക്തമാണ് അദ്ദേഹം ചരിത്രം വായിച്ചാൽ. മൂന്നാമത് അദ്ദേഹം ഇബാന എഴുതി. ഇബാന അദ്ദേഹത്തിന്റെ ഗ്രന്ഥമല്ല എന്നാണ് എന്താണ് നമ്മുടെ എതിർക്കുന്ന ആളുകൾ പലരും പറയുന്നത്. ഇബാന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം തന്നെയാണെന്നുള്ള കാര്യത്തിൽ മുൻകാല പണ്ഡിതന്മാര്, ഇമാം ഇബ്നു ബാദീസിനെ പോലുള്ള പണ്ഡിതന്മാർ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇബാന അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥം എഴുതി. പിന്നെ അതെന്തില്ല, ഒരു ശക്കുമില്ല കാര്യത്തിൽ. അതുപോലെ തന്നെ മഖാലാത്തുൽ ഇസ്ലാമിയീൻ പോലുള്ള ധാരാളം കഴിഞ്ഞ കാലത്തുള്ള ധാരാളം അയിമ്മത്തുകൾ അലിബാനയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ തെളിവാണ് അലിബാൻ ആരുടെ ഗ്രന്ഥമാണെന്നാണ്.
പിന്നെ അതുപോലെ തന്നെ ഇമാം അബൂബക്കർ അൽ ബഖല്ലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം ആരായിരുന്നു? വലിയ ഇമാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? സ്വല്പം എന്തുണ്ടായിരുന്നു? അശരീഅത്തുണ്ടായിരുന്നു. അദ്ദേഹം അവസാന കാലത്ത് അതിൽ തൗബ ചെയ്തു. അതുപോലെ തന്നെ ഇമാം അൽ ഹറമൈൻ അൽ ജുവൈനി റഹിമഹുല്ലാഹ്, അദ്ദേഹം അവസാനം അദ്ദേഹം ഇൽമുൽ കലാമിന്റെയും അതുപോലെ തന്നെ തഖ്ദീമുൽ അഖ്ലിന്റെയും ഒക്കെ പുറകിൽ പോയതാണ്. അവസാനം അദ്ദേഹം പറഞ്ഞു, ഖറഅതു 50,000 മിൻ 50,000 ثم تخليت أهل الإسلام بإسلامهم فيها وعلومهم الظاهرة وركبت البحر الخضر وغصت في الذي نهى أهل الإسلام كل ذلك في طلب الحق وكنت أهرب من سالف الدهر إلى التقليد من التقليد والآن فقد رجعت إلى كلمة الحق عليكم بدين العجائز فإن لم يدركني الحق بلطيف بره فأموت على دين العجائز ويختم عاقبة أمري عند الرحيل على كلمة الإخلاص لا إله إلا الله فالويل لابن الحويني بالابن الجويني. ഇദ്ദേഹം പറയാണ്, ഞാൻ 50,000 പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വലിയൊരു കടലിൽ, ഇൽമിന്റെ കടലിൽ ഞാൻ പ്രവേശിച്ചു. എന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് മുസ്ലിമീങ്ങൾ വിലക്കിയിട്ടുള്ള ഒരു വലിയ കടലിൽ ഞാൻ മുങ്ങിയിട്ടുണ്ട്. അതാണ് ഇൽമുൽ കലാം എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, അത് സത്യം തേടാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഞാൻ ഓടുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ അവസാനം എന്ത് ചെയ്തിരിക്കുന്നു? അതിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഏത് കാലത്തേക്ക്? ആ സലഫുകളിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ അജായിസുകളുടെ ദീനാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പറഞ്ഞു ഖാലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അംഗീകരിക്കുന്ന ആളുകൾ. എന്നിട്ട് പറയാൻ ഞാനിതാ എന്ത് ചെയ്യുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്നു. ഇനി ജുവൈനിക്ക് നാശം, ജുവൈനിക്ക് ഒരു പ്രത്യേകതയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? മരിക്കാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സമയത്ത് ഇഷ്ഹദു അലയ്യ അന്നി ഖദ് റജഅതു അൻ കുല്ലി മഖാലത്തിൻ തുഖാലിഫു സുന്നah. അഹ്ലുസുന്നത്തിനെ വിയോജിക്കുന്ന എല്ലാ അഭിപ്രായങ്ങൾക്കും ഞാനിന്ന് മടങ്ങിയിരിക്കുന്നു. വാന്നി അമൂതു അലാ മാ യമൂതു അലൈഹി അജായിസ് നൈസാബൂർ. നൈസാബൂറിലെ സ്ത്രീകൾ മരിക്കുന്ന ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ മരിക്കുന്നത്. വൃദ്ധകൾ മരിക്കുന്ന ഇതൊക്കെ തബഖാത്തു ശാഫിഈല് ആര് പറഞ്ഞാണ്? ഇമാം സുബ്കി ഉദ്ധരിച്ചിട്ടുണ്ട്. സുബ്കീനൊന്നും ഇവിടുത്തെ എന്താണ് ഒരു ഖുറാഫിക്കും തള്ളാനാവില്ല. കാരണം സുബ്കിയാണ് അവരുടെ എന്താണ് ആശയത്തിന് സ്രോതസ് എന്ന് അവർ പറയുന്നത്. ശരി. അതുപോലെ തന്നെ സത്യത്തിലേക്ക് മടങ്ങിയതാണ് അബുൽ വലീദ് അൽ കറാബീസി റഹിമഹുല്ലാഹ്. ഇനി ഒരുപാട് പണ്ഡിതന്മാർ, അതാഉദ്ദീൻ അൽ വാസിതി, ഇമാദുദ്ദീൻ അൽ വാസിതി റഹിമഹുല്ലാഹ്, അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ഹക്ക് തേടിയിട്ടുള്ള ഒരു യാത്രയെ സംബന്ധിച്ച പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. റഹ്ലത്തു ഇമാദുദ്ദീൻ അൽ വാസിതി. അവസാനം അദ്ദേഹം ആരെ എത്തിപ്പെടുകയാണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അതുപോലെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, അദ്ദേഹം ആദ്യം തസവ്വുഫാണ്, മറ്റു പലതുമായിട്ട് തന്നെ അവസാനമാണ് അദ്ദേഹം ഹക്കിലേക്ക് എത്തിപ്പെടുന്നത്. അതുപോലെ തന്നെ ഇമാം ആലൂസി റഹിമഹുല്ലാഹ്, അദ്ദേഹം അതുപോലെ നുഐം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ, അതുപോലെ തന്നെ നുഐം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ റഹിമഹുല്ലാഹ്, ഇങ്ങനെ ധാരാളം അയിമത്തുകൾ. അപ്പൊ എന്താണ്, അത് ഹസ്ർ ചെയ്യാനുള്ള സമയമല്ല. ഇത്രയും അയിമത്തുകളുണ്ട്. അവരെന്താണ് ഹക്കിലേക്ക് മടങ്ങിയതാണ്. എന്നിട്ട് വെളിപ്പെടുത്തി ഞങ്ങൾ ഇതാ എന്തിലേക്ക് മടങ്ങിയിരിക്കുന്നു? സലഫിയ്യത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിലും കഴിഞ്ഞ കാലഘട്ടത്തിലും ഒരുപാട് അയിമത്തുകൾ. ഇതെല്ലാം ഹക്കിന് എന്താണ് വീണ്ടും എന്താണ് നമുക്ക് എന്താണ് യഖീന് കൂടുന്നത്, എന്താണ് ഈമാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങൾ. വൈലാദിന വസല്ലല്ലാഹു അലൈഹി വസല്ലം.